അന്ത്യശൂലത്തിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്ര, ചോതി, വിശാഖം. ഈ 3 നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര അനുകൂലമായിട്ടൊരു കാലമല്ല നമുക്കെന്ന് പറയുന്നത്. പൊതുവേ നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ ഒരു അലസത, ഒരു ലേസിനെസ് ഒക്കെ ഉണ്ടാവാൻ, ഒരു ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന തൊഴിൽ സംബന്ധമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാവാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഡീപ്രൊമോഷൻ ലെവലിലേക്ക് പോകാൻ, ജോലി നഷ്ടമാവാൻ, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിലും കൃത്യമായിട്ട് വരുമാനം കിട്ടാത്തൊരവസ്ഥ, ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകാമെന്ന് പറയുന്നത്. സോ അത് നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മുഖേന മുറിവുകൾ, ചതവുകൾക്ക് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നമുക്ക് നല്ലതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഉത്ഭയം ഉണ്ടാകുന്ന ഒരു പീരീഡ് ആയിരിക്കും. നമുക്ക് എപ്പോഴും ഒരു ആശങ്ക, ഭയം, ഭീതി അനുഭവപ്പെടുന്ന ഒരു ടൈം ആയിരിക്കും ഇതെന്ന് പറയാം കേട്ടോ. അതേപോലെ തന്നെ ശത്രു ഭയമൊക്കെ നമുക്ക് പറയാവുന്ന ഒരു പീരീഡാണ്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായി നമുക്ക് പറയാവുന്ന ഒരു അലസതയും ഒരു ഉന്മേഷക്കുറവ്. നമുക്കറിയാം, ഒരു എനർജി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനായാലും നമുക്ക് എന്തിനും എതിർത്ത് നിൽക്കാനായാലും നമുക്കൊരു ഉന്മേഷമാണ് അല്ലേ. പക്ഷെ നമ്മൾ ഉന്മേഷം കുറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലേസിനെസ് തോന്നുന്ന അവസ്ഥ, ഈ ഒരു സാഹചര്യം നമ്മൾ മറികടന്നെടുത്ത് നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അതേപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത പറയാം, നമുക്ക് പകർച്ചവ്യാധികളൊക്കെ പറയാവുന്ന സമയമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. രോഗദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വൈദ്യ പരിശോധനത്തിൽ കൃത്യമായ ഔഷധങ്ങളൊക്കെ സേവിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.